സിനിമ പ്രാന്തിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ തരികയാണ്. അല്ല ഞാൻ വിഷ്ണു ചേട്ടന്റെ ഇപ്പൊ ആഗ്രഹം ഉണ്ടല്ലോ ലാലേട്ടനെ വെച്ചൊരു സിനിമ ഡയറക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഒരു ഫിലിം മേക്കർ ആണോ ഇതൊരു ചോദ്യമേ പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം എങ്ങനെ ഉണ്ടെന്നുണ്ടെ? രണ്ടാമത്തെ ചോദ്യം ഞാൻ ബോബി ചേട്ടനിലേക്ക് വരെയാണ്. കഥാപാത്രത്തെ പറ്റി പറയൂ. ഞാനോ എന്റെ ഈ സിനിമയില് ഞാനത് പറയാം. ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമ നിങ്ങൾ ഡയറക്ടറും റൈറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും പൂഴ്ത്തി പറയുന്ന അഭിലാഷ് പിള്ള എന്നുള്ള ആക്ടർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അത് പറഞ്ഞു. അത് ഗുഡാണോ ബാഡ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ഉത്സവത്തില് ഈ ആന വരുമ്പോ ഉണ്ടാവുന്ന ഒരു തരം വിഷ്ണു ചേട്ടന്റെ ഇപ്പൊ ആഗ്രഹം ഉണ്ടല്ലോ ലാലേട്ടനെ വെച്ചൊരു സിനിമ ഡയറക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഒരു ഫിലിം മേക്കർ ആണോ ഇതൊരു ചോദ്യമേ അതിന് പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ്. ലാലേട്ടനെ നമ്മളൊരു പ്രോജക്റ്റായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാൽ സാറിന്റെ കാരവനിൽ കയറി ഒരു കഥ പറയാനായിട്ട് ഞാനും അഭിലാഷ് ഏട്ടനും ചെന്നു. അപ്പൊ അന്നേരം അദ്ദേഹം മാളിപ്പുറം കണ്ടതിനെ പറ്റിയിട്ടും അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ ഫാന്റസി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അപ്പോ ഞാൻ കണ്ടൊരു കാര്യം, ആളുടെ കാരവനിൽ ഇപ്പോഴും നിങ്ങൾക്ക് കയറുമ്പോൾ കാണാം മാളിപ്പുറത്തിന്റെ ഒരു ബുക്ക്. പക്ഷെ അന്ന് ആ കാരവനിൽ കണ്ടപ്പോ അത് ഭയങ്കര നമുക്കൊരു പൊതുവെ എല്ലാരും പക്ഷെ പറയുമ്പോ നെപ്പോ ഫാമിലി അല്ല നെപ്പോ സിനിമയിലേക്ക് പറയും. പക്ഷെ നമ്മളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഒന്നും ഒരു ഈസി വേലല്ല. കാരണം അതിനും ഒരു വലിയൊരു ലെഗസി ഇതിന്റെ ഒപ്പം തന്നെ ക്യാരി ചെയ്യുകയും ചെയ്യണം. അച്ഛൻ്റെ വീട്ടുകാരുടെ പേരും കളയാനും പാടില്ല. രണ്ടാമതാണ് ഞാനും പ്രൊഡ്യൂസറും കൂടി ചെന്നിട്ടാണ് ആളെ കാണാനായിട്ടും ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുക. അപ്പൊ അന്നേരം ചോദിച്ചു, മുരളി എന്താ ഈ സുമതി വളഞ്ഞോ? സുമതി വളവ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് സിനിമാ പ്രാന്തനിൽ കൂടെ ഉള്ളത് സംവിധായകൻ വിഷ്ണു ആൻഡ് ആക്ടേഴ്സ് ബോബി കുര്യൻ ആൻഡ് ജസ്ന. വെൽക്കം ടു സിനിമാ പ്രാന്തൻ. നമസ്കാരം. സോ ഞാൻ സംവിധായകനോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കഴിഞ്ഞ സിനിമ അല്ലെ ഫസ്റ്റ് മൂവി മാളികപ്പുറം എന്ന മൂവി കുടുംബ പ്രേക്ഷകരെല്ലാം ഒരുപോലെ പിടിച്ചിരുത്തിയ, കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നതും അതിനുശേഷം ഇപ്പം ടി വിയിൽ വരുമ്പോഴാണെങ്കിൽ പോലും എൻ്റെ അമ്മയൊക്കെ ഭയങ്കര കാര്യമായിട്ടിരുന്ന് കാണുന്ന സിനിമ ഒരു ഡിവോഷണൽ ടച്ചുള്ള ഒരു സിനിമയായിരുന്നു. അടുത്ത മൂവിയിലേക്ക് വന്നപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹൊറർ ടച്ചുള്ള മൂവിയായിരുന്നു. ഒറ്റയടിക്ക് ഒരു ജോണർ ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു പോസിബിൾ ആയത്? ഇത് ഇപ്പൊ ഞാൻ ഈ പടം തൊട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. എന്നോട് ഈ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാനേ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഉത്തരം തരാം. ബേസിക്കലി ഈ അമ്മമാരും വീട്ടമ്മമാരും തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ ആദ്യത്തെ പടത്തിന് തന്ന ഒരു സപ്പോർട്ട്. അപ്പോൾ രണ്ടാമത്തെ സിനിമ സുമതിയോട് ചെയ്യുമ്പോൾ പോലും ഈ പറഞ്ഞ പോലെ അമ്മമാർക്ക് വേണ്ടിയിട്ടും കൂടി കരുതിയിട്ടാണ്. അതായത് വീട്ടിലുള്ള കൊച്ചു കുട്ടികൾ തൊട്ട് അമ്മമാർ, മുത്തശ്ശന്മാർ, പ്രായമായവർ എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടിയിട്ടാണ് സുമതി വളവെന്ന സിനിമയിലേക്ക് വന്ന എനിക്കൊരു ഡ്രൈവ്. ആദ്യത്തെ പടത്തിന് അയ്യപ്പനെ പിടിച്ചു, രണ്ടാമത്തെ പടത്തിന് ഒരു യക്ഷിയെ പിടിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ നോക്കിയത് നല്ല ക്വാളിറ്റി ഉള്ളൊരു കഥ, എല്ലാ ആൾക്കാർക്കും, എൻ്റെ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥ. അതായിരുന്നു മാളികപ്പുറം, അതാണ് സുമതിയോട്. അല്ലാതെ വേറെ ഈ പറഞ്ഞ പോലത്തുള്ള ഒന്നും അങ്ങനെ ഷിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. സെക്കൻഡ് മൂവിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരേ ഒരു കൺസേൺ എന്ന് വെച്ചാൽ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു അക്സെപ്റ്റൻസ് ഫാമിലി ഓഡിയൻസിന്റെ സൈഡിൽ നിന്നായിരുന്നു. അപ്പോൾ ആദ്യം സുമതി വളവ് ഡിസൈൻ അഭിലാഷ് പിള്ള എഴുതുന്ന സമയത്ത് അത് ഒരു കുറച്ചുകൂടി ഒരു സിനിഫൈൽ ആയിട്ടുള്ള ഓഡിയൻസിനും അങ്ങനത്തെ കുറച്ചുകൂടി അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഫോഴ്സ്ഫുള്ളി നമുക്കത് കുറച്ചുകൂടി എൻ്റർടൈനിങ്ങും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പോലെ മാറ്റാനായിട്ട്, അതായത് മാളികപ്പുറം ഓഡിയൻസിനെ വന്ന് കാണാൻ പറ്റുന്ന രീതിയിലും കൂടി. ഞാൻ ഉദ്ദേശിച്ചത് നോട്ട് ദ ഡിവൈൻ ഫാക്ടർ ബട്ട് ദ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ. ഫാമിലി ഓഡിയൻസിന് വേണ്ടി അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പടം. പക്ഷെ ഒരു കോയിൻസിഡൻസ് കാണണം. സംവിധായകനോട് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം തന്നെയാണ് അല്ല, എന്റെ മൈൻഡിലൊരു ഉത്തരം വന്നു. ഞാൻ പിന്നെ അത് പറഞ്ഞാ പിന്നെ വേറെ ഉത്തരം തരാന്ന് പറഞ്ഞു. അല്ല, എന്റെ ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ ഉത്തരം വന്നിരുന്നോ? അല്ലല്ല, വേറെ ഉത്തരം പറയാൻ ഞാൻ തുടങ്ങി. ചോദ്യങ്ങള് മിക്ക ഇന്റർവ്യൂകളിലും വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ആരും ചോദിക്കാത്ത ചോദ്യം ഞാൻ തിരഞ്ഞെടുത്ത് ചോദിച്ചാണ്. ആദ്യത്തെ ചോദ്യം തന്നെ ഒരുപാട് പേര് ചോദിച്ചു. ഈ ആദ്യത്തെ ചോദ്യം തന്നെയാണ് എല്ലാവരും ആദ്യമായിട്ട് തന്നെ ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എങ്ങനെ ഉണ്ടെന്നുണ്ടെ? രണ്ടാമത്തെ ചോദ്യം ഞാൻ ബോബി ചേട്ടനിലേക്ക് വരെയാണ്. കഥാപാത്രത്തെ പറ്റി പറയൂ. ഞാനോ എന്റെ ഈ സിനിമയില്
സിനിമയിലെ കഥാപാത്രം. അതെ അതെ. സിനിമയില് ഞാൻ സുമതി വളവിലെ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടർ റോളാണ് ചെയ്യുന്നത്. സിനിമയുടെ ഒരു ഏകദേശം ഒരു പീക്ക് ടൈമിൽ എൻട്രി ചെയ്യുന്ന ഒരു ക്യാരക്ടർ, പിന്നെ ഉടനീളം അവസാനം വരെയുള്ള ഒരു ശകലം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പറഞ്ഞു കുഴപ്പമില്ല. എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടേ കുജറ മോശമായി പോയെന്ന് പറഞ്ഞാല് പിന്നെ അത് കേൾക്കണ്ടല്ലോ, അതുകൊണ്ട് വലിച്ചു പിടിച്ച് പറയാം. എനിവേ ഞാനൊരു പോലീസ് ഓഫീസറിന്റെ വേഷമാണ് ചെയ്യുന്നത്. ഈ കഥ നടക്കുന്നത് ലേറ്റ് 80s early 90s ടൈം, അതായത് മണിച്ചിത്രത്താഴ് ഇറങ്ങിയ ടൈമാണ് നമ്മൾ ടൈം പീരീഡ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ എനിക്കറിയില്ല പോലീസുകാർ അങ്ങനെയായിരുന്നു എന്നുള്ളത്, പക്ഷെ നമ്മൾ സിനിമകളിൽ കണ്ടുവന്നേക്കുന്ന പോലീസുകാരുടെ ഒരു മാനറിസം, ഒരു റഫ് ആൻഡ് ടഫ്, കുറച്ചുകൂടി ബോൾഡ് ആൻഡ് മാസ്കുലിൻ ആയിട്ടുള്ള ഒരു പോലീസിന്റെ ഒരു ശൈലി വ്യത്യാസമായിരുന്നു പഴയ കാലഘട്ടത്തിൽ. ഇപ്പോഴത്തെ പോലെ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് പോലീസിനെ ഒരു പേടിയുള്ള ഒരു പേടി. അല്ല, അങ്ങനെ വേണം പോലീസുകാര്, അത് അങ്ങനെ വേണം പോലീസുകാർ. അങ്ങനെ എനിക്ക് വീട്ടിലെ ഫുഡ് വരുമ്പോ പറയും മര്യാദ കഴിച്ചില്ലെങ്കിൽ പോലീസ്. അപ്പൊ അങ്ങനത്തെ ഒരു പേടിപ്പിക്കുന്ന ഒരു ഫിഗറിംഗ് ആയിരുന്നു പണ്ട് ഈ ഒരു ടൈമിലുള്ള പോലീസുകാർ 90s കാലഘട്ടത്തില്. അപ്പം ഞാനൊരു ഭയങ്കര അങ്ങനെ എക്സ്ട്രീം ക്രൂരനായ പോലീസ് ഓഫീസർ അല്ല, പക്ഷെ കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ റോളാണ് ഞാൻ ഇതിനകത്ത് ചെയ്തത്. ഓക്കെ. ഇപ്പൊ ജസ്നയുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രെയിലറിലാകെ ഒരു ചെറിയ ഗ്ലിംസ് പോലെ ഇങ്ങനെ വന്നു പോകുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് ഞാൻ ഊഹിക്കുന്ന ശരിയാണോ എന്ന് അറിയില്ല, പക്ഷെ എന്റെ ഊഹം പറയട്ടെ. സുമതി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ജസ്നയാണ്. ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കഥാപാത്രത്തെ പറ്റി പറയാം. ഇതില് 60s കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു തമിഴ് ലേഡി ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടറാണ്. ലുക്കാണെങ്കിലും മാൻഡറിസംസ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ മിസ് ചെയ്തൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇവർ 90s ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ഇടയിൽ ഒരു പാട്ടാവാൻ പറ്റിയിട്ടില്ല. ഇവരായിട്ടൊന്നും കോമ്പിനേഷൻസ് ഇല്ല. കുറച്ച് പേരെ ഉണ്ടായിരുന്നു എന്റെ സീക്വൻസസ് ഷൂട്ട് ചെയ്യുന്നത്. മെയിൻ ആർട്ടിസ്റ്റുകൾ ആരുമായിട്ടും കോമ്പിനേഷൻ ഇല്ല. ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇപ്പോ സുമതി വളവിലുള്ള ഒരു ആക്ടേഴ്സിന്റെ ഒപ്പം ഉള്ള ഒരു കോമ്പിനേഷൻ സീനായിട്ട് ആൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സുമതി 60s മരിച്ച സുമതി 90s വരുന്ന ആണോ? സുമതി എപ്പോഴാണ് മരിച്ചത് നമ്മളെങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. ട്രെയിലറില് ജസ്നയെ പോലെ വേറെ ആരെങ്കിലും തോന്നിയോ സുമതിയായിട്ട്? ഇല്ല. ഞാനൊരു വല്ലാത്ത ചിരിയും ചിരിച്ചിട്ടുണ്ടല്ലോ. അതുണ്ട്. എന്നാലും സുമതി പ്രേതനായിട്ട് സുമതൻ, നമുക്കൊരു ഫീമെയിൽ ഇതാണല്ലോ സുമതി എന്ന് കേൾക്കുമ്പോ തന്നെ വരുന്നത്. അല്ലേ, ഇതാണ് ഞാൻ ചിന്തിച്ചില്ല. അവിടെയാണ് ഈ പടത്തിന്റെ ഗസ്സിംഗ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രേതം മെയിലാണോ ഫീമെയിൽ ആണോ? അതെ, ഒരു പക്ഷെ ഞാനായിക്കോളാ, ചിലപ്പോ ഇതിന്റെ റൈറ്റർ ആയിരിക്കും, അതെ, ഡയറക്ടറാവും. ഈ ട്രിവാൻഡ്രംകാർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര കൗതുകവും സെയിം ടൈമിൽ പേടിയും ഉള്ള ഒരു ഇതാണ് സുമതി വളവ് എന്നുള്ളത്. ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്തായിരുന്നു. ഞാൻ മറിവാനീസിലാണ് പഠിച്ചത്. ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്ക് അവിടെ പോവാൻ അന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ധൈര്യമില്ല. അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട കഥകളൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ കേട്ടിട്ടുള്ള കഥകളുടെ ഒരു മിക്സപ്പ് ആയിരിക്കുമോ സിനിമ? നമ്മൾ എക്സാക്ട് സുമതി വളവ് സ്റ്റോറി അല്ല ഇവിടെ പറയുന്ന, ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറയില്ല, പക്ഷെ കുറച്ചൊക്കെ അവിടെ നടന്ന ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സുമതി വളവ്, ആ വളവും അവിടുത്തെ യക്ഷിയുടെ ചെറിയ ചെറിയ കഥകളും മാത്രം നമ്മൾ എടുത്തിട്ട് അഭിലാഷ് പിള്ള കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ലൊക്കേഷനിൽ കൊണ്ടുപോയി വെച്ച് അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കംപ്ലീറ്റ് ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അഭിലാഷ് പിള്ള അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അഭിലാഷ് പിള്ള എന്ന വ്യക്തിയെ ആസ് ആൻ ആക്ടർ, ആസ് എ റൈറ്റർ എങ്ങനെയായിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? ഞാനിപ്പോ നോക്കുകയാണെങ്കിൽ ആസ് എ റൈറ്റർ അഭിലാഷ് പിള്ളയ്ക്ക് ഇനി തെളിയിക്കാൻ ഒന്നുമില്ല, പക്ഷെ ആസ് ആൻ ആക്ടർ ഇനിയും കുറെ തെളിയിക്കാനുണ്ട്. ആൻഡ് ഹി ഡിഡ് എ ബിഗ് ചേഞ്ച്. പുള്ളി ആദ്യമായിട്ടല്ല അഭിനയിക്കുന്നത്, ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമ, ഞാനത് പറയാം, ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമ ഡയറക്ടറും റൈറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും പൂഴ്ത്തി പറയുന്നത് പുള്ളി. ഞാൻ അതല്ല പറഞ്ഞത്, ആസ് എ റൈറ്ററിന് എനിക്ക് വലിയ കൂടുതൽ ചോദ്യങ്ങൾ പറയാനില്ല. അദ്ദേഹം അത് തെളിയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആസ് എ ആക്ടർ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് ഡയറക്ടർ നമ്മള് അരി മേടിക്കാൻ വന്നിടത്ത് വീണ്ടും അഭിലാഷ് പിള്ളേക്ക് എഴുതിയാൽ പോരെ, എന്തിനാ അഭിനയിക്കാൻ വരുന്നത്?
അതായത് അപ്പൊ അതുകൊണ്ട് അഭിലാഷ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നാണ് വിഷു പറഞ്ഞത്. അഭിനയിക്കാനുള്ള ഒരു അവസരം അഭിലാഷ് പിള്ള എന്ന റൈറ്റർ കൊണ്ടുപോകാം. ഇമ്പ്രൂവ് ചെയ്യാൻ അത് വേണം. ഇപ്പൊ അതിൽ ആദായം ചെയ്ത ക്യാരക്ടർ നല്ലൊരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ വീട്ടിൽ ഇച്ചിരി ആക്ടറായിട്ടും കൂടെ എന്തിനല്ലേ ഏതെങ്കിലും ഒന്നിൽ നിന്നാ മതി. തീർച്ചയായിട്ടും അതുപോലെ അഭിലാഷേ. നമുക്ക് ഇങ്ങനെ അവസരം ഡെയിലി ചോദിക്കുന്ന ആൾക്കാര് കുറെ പേരുണ്ട്. അപ്പൊ അഭിലാഷ് പിള്ള അവസരം ചോദിക്കുക. തീർച്ചയായും അദ്ദേഹത്തിന് ചോദിച്ചു. പുള്ളി ചോദിച്ചുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ അത് കൊടുത്തത്. അല്ലാതെ നമ്മൾ ഡെലിബറേറ്റ്ലി ആളെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല. അന്നേരം എന്താ പറയാ, അദ്ദേഹത്തെ കൊണ്ട് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അത് അദ്ദേഹത്തിനെ കൊണ്ട് പുൾ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ഹീസ് നോട്ട് എ ബാഡ് ആക്ടർ. ഞാൻ ബാഡ് ആക്ടർ എന്നല്ല ഞാൻ പറഞ്ഞത്. ഹീസ് എ ഗുഡ് ആക്ടർ. അതാ ഇയാൾ കുറെ കൊണ്ടിഷ്ടമാക്കി വെക്കും. വിഷ്ണു ഏത് രീതിയിലാണ് പറഞ്ഞത്? ബാഡ് ആണ് ഇത് കണ്ടിട്ട് വേണം അഭിലാഷ് പിള്ള. അഭിലാഷ് പിള്ള എന്നുള്ള ആക്ടർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് പറഞ്ഞു അത് ഗുഡാണ് ബാഡ് അല്ല, ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതിപ്പോ ബോബി ചേട്ടനാണെങ്കിൽ പോലും ജസ്നി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ പടത്തിൽ അഭിനയിച്ച ഏതൊരു ആക്ടറിനും ഇനിയും കുറെ കാര്യങ്ങളിലേക്ക് അവർ എത്താനുണ്ട്. അല്ല, ഞാനൊക്കെ ഇമ്പ്രൂവ് ആവണമെന്നുള്ളത് പറയുന്ന ഒക്കെ കാര്യമുണ്ട്. അഭിലാഷൊക്കെ അല്ല, ബോബി ചേട്ടൻ ശരിക്കും ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ അഭിനയവുമായിട്ട് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പണി എന്ന സിനിമയാണ് ഞാൻ ഒഫീഷ്യലി അഭിനയിക്കാൻ സിനിമ. അത് ഞാൻ ഇതിനു മുമ്പ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കുറെ കാലമായിട്ട് എന്റെ സിനിമയുടെ ഒരു ജേർണി ഉണ്ട് എനിക്ക് സിനിമയുടെ ലോകവുമായി. അതായത് എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരുപാട് കലാകാരന്മാരുണ്ട്. അങ്ങനെ അവരുമായിട്ടുള്ള അടുത്ത ബന്ധങ്ങള്. അതെ, സാറ് പ്രൊഡ്യൂസർ ആയിരുന്നില്ലേ? അങ്ങനെയും ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല സിനിമ പ്രാന്തിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ ശരിയാണ്. അല്ല, ഞാൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞല്ല, ഞാൻ ഡ്രാമ എന്ന് പറയുന്ന സിനിമയുടെ അതും സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ ലാലേട്ടന്റെ പടത്തിന്റെ ലണ്ടനിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആണ്. മൂവി അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു വലിയ സക്സസ് ഒന്നും അല്ല. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സിനിമയാണ്. അതിന്റെ കോൺസെപ്റ്റും രഞ്ജിയേട്ടൻ എടുത്തേക്കുന്ന രീതിയും അത് നമുക്കൊക്കെ ഭയങ്കര ഹോപ്പായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയായിരുന്നു മൂവി പോയത്. ഞാൻ അതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ ഞാൻ UK-ലാണ് ഫുൾ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഞാനും MK നാസറൊക്കെയും മഹാസുബേറും 3 പേരോട് ചെയ്ത പടമാണ് ഡ്രാമ. അങ്ങനെ അപ്പം ഞാൻ സിനിമയിലൂടെ കുറെ നാളായി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് നല്ല നല്ല ബന്ധങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒരു ആക്ടിങ് എന്ന് പറയുന്ന സൈഡിലേക്ക് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് തിരിച്ചറിഞ്ഞതെല്ലാം ജോജി ജോർജാണ്. അതായത് ആക്ച്വലി പണിയിലേക്ക് എത്തിച്ചത് സൗഹൃദം കൊണ്ട് സിനിമകളുണ്ടാകും. പക്ഷെ ഒരിക്കലും ഒരു ക്യാരക്ടറിനെ ഒന്നും സൃഷ്ടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ പ്ലേ ചെയ്തൊരു മേജർ ക്യാരക്ടറാണ് സിനിമയിൽ. അദ്ദേഹം ആ ക്യാരക്ടർ എന്നെ കണ്ടെഴുതിയെന്ന് അയാൾ എപ്പോഴും പറയാറ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ജോജു എന്നെ ഫോഴ്സ് ചെയ്ത് അഭിനയിപ്പിച്ചൊരു പടമാണ് പണി. ആക്ച്വലി ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ചെയ്യണോ വേണ്ടയോ. കാരണം ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു 30-40 ദിവസത്തോളം നാട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ അവിടുത്തെ കാര്യങ്ങളെല്ലാം സ്റ്റക്കാവും. പക്ഷെ ഞാൻ വന്നു, അഭിനയിച്ചു തുടങ്ങി. ഞാൻ 4 മാസം കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പൊ തന്നെ ഞാൻ ഫുള്ളി ഇൻവോൾവ് ആയി ഇതിലോട്ട്. ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇതിനു മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഇൻകം വൈസോ കാര്യങ്ങളോ വൈസോ എനിക്ക് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇപ്പൊ ജീവിക്കുന്ന രീതി വെച്ചിട്ട്. അപ്പൊ അല്ലാതെ ഞാനിപ്പം UK സെറ്റിലാണ്. അത് വെച്ച് അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഐ എം ഇൻ ദ ഏർലി സ്റ്റേജസ്. അപ്പം ഇപ്പൊ ഞാൻ റിസ്ക് എടുത്ത് ഞാനിവിടെ സമയം ചെലവഴിച്ച് ഞാൻ സിനിമ വഴി ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ശമ്പളം ഇല്ലാതെന്നല്ല, എനിക്ക് റെമ്യൂണറേഷൻ ശമ്പളവും ഇതുണ്ട്. പക്ഷെ പറഞ്ഞാൽ നമ്മൾ സെർട്ടൺ ലൈഫ് സ്റ്റൈലിൽ കയറി ഇതിന്റെ ആവശ്യം ആൾക്ക് ഒട്ടും തന്നെ ഇല്ല. അതായത് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി ആ പാഷനേറ്റിനെ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് സെറ്റിൽ. ആൾക്ക് ഈ ചില ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഡെഫിനിഷൻസ് കാണിക്കുന്ന ഈ ഒരു വേർതിരിവ് കുറച്ച് കാണിക്കാറുണ്ട്. പക്ഷെ ഈ മച്ചാൻ അങ്ങനെയല്ല. സെറ്റിൽ വന്ന അവിടത്തുള്ള എല്ലാ ആൾക്കാരായിട്ട് കമ്പനി അടിച്ച് വൈബാക്കി. അതുകൊണ്ട് തന്നെ 85 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്ത് ഈ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ ആരും ടയർഡ് ആയിട്ടില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ എന്റെ ഡയറക്ടറോട് സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഞാൻ എന്റെ പ്രൊഡക്ഷനിലെ ആൾക്കാരോട് എല്ലാവരും നമ്മൾ ബിഹേവ് ചെയ്യുന്നു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ഉത്സവത്തില് ഈ ആന വരുമ്പോ ഉണ്ടാവുന്ന ഒരു തരം അല്ല. അപ്പൊ അതിനുശേഷം പ്രൊഡക്ഷൻ എന്നുള്ളത് ചിന്തിച്ചിട്ടില്ലേ? ഇല്ല, ഇനിയില്ല. നിർത്തിയോ? അല്ല, ഞാന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം സുമതിയോടെ ഒഫീഷ്യലി രണ്ടാമത്തെ മൂവിയാണ്. പടം വയസ്സ് 4ാമത്തെ 5ാമത്തെ മൂവിയാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ ലണ്ടൻ ബ്രിഡ്ജിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡ്രാമ ഞാൻ ചെയ്ത സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്.
ക്രിസ്ത്യൻ ബ്രദേഴ്സിന് ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയാണ് പണി 4ാമത്തെ മൂവി, സുമതിയോളം 5ാമത്തെ മൂവി. ബട്ട് ഒഫീഷ്യലി ആസ് എൻ ആക്ടർ ഞാൻ തിരഞ്ഞെടുത്ത്, ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ച 2ാമത്തെ പടമാണ് സുമതിയോളം. അപ്പം പണി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് പടത്തിലെ വാരൻദേവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ, അതും മലയാളികൾ മുഴുവൻ അക്സെപ്റ്റ് ചെയ്തൊരു ക്യാരക്ടർ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന 2ാമത്തെ വേഷമാണ് ബെഞ്ചമിൻ, SI ബെഞ്ചമിൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്, ഒരു വില്ലൻ ട്രാക്കിലൂടെയാണ് എൻ്റെ സിനിമയിലുള്ള ട്രാവൽ. പക്ഷേ ഞാൻ വിഷ്ണുവിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഒരിക്കലും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ഒരിടത്തും വാറന്റി ഫീൽ ചെയ്തിരുന്നത് ഞാൻ വിഷ്ണുവിനെ എപ്പോഴും ഞാൻ ഷോട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ആണോ എന്നിട്ട് ഞാൻ പേഴ്സണലി ചോദിക്കും, വേറെ വാറന്റി എന്നൊരിടത്തും വരുന്നില്ലല്ലോ. കാരണം അത് വരരുന്ന എൻ്റെ ഒരു ആഗ്രഹം. കാരണം ആസ് എൻ ആക്ടർ നമുക്ക് പുതിയ പുതിയ റോളുകൾ ഒരാൾ ഓഫർ ചെയ്യുമ്പോൾ, ഇപ്പം വിഷ്ണു എന്നെ SI ബെഞ്ചമിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഏൽപ്പിക്കുമ്പോൾ അഭിലാഷം വിഷ്ണുവോടെ അത് പറയുമ്പോൾ ഞാനത് അവർക്ക് വേണ്ട ഒരു ക്യാരക്ടർ കൊടുക്കണം. അത് ഞാനത് ഇതിൻ്റെ ഒരു ബിഗിനിങ് ഉണ്ട്. നമ്മളൊരു ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പം എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഷോട്ട് എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഒരു പന്നിവേട്ട സീനാണ്. അതൊക്കെ സസ്പെൻസ് ആണ്, നല്ലൊരു സീനാണ്. അല്ല, ആ ഷോട്ട് ഇപ്പൊ ടീസറിൽ വന്നിട്ടുണ്ട്. അത് ആ ക്യാരക്ടറിന്റെ ഡെപ്ത് എന്താന്ന് ആ ഒരു ഷോട്ടിൽ തന്നെ ബോച്ചൻ എനിക്ക് തന്നു. ആ ഒരു സിഗരറ്റ് കത്തിക്കുന്നത് മാത്രം നിങ്ങൾ ട്രെയിലർ നോക്കുകയാണെങ്കിൽ കാണാം, അതിലുണ്ട് എന്താണ് SI ബെഞ്ചമിൻ. അപ്പൊ അത്രയ്ക്കും ആള് അതിനെ ഉൾക്കൊണ്ട് ആ നോട്ടത്തിലും ഒന്നുമില്ല, പറയുമ്പോ എന്താ ഒരു സിഗരറ്റ് വലിച്ച് ആ ഒരു നോട്ടം നോക്കുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കറക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് അത് തന്നിട്ടുണ്ട്. ട്രെയിലർ ഒന്ന് എല്ലാവരും കാണുമ്പോൾ ആ ഷോട്ട് ഒന്ന് ഈ ഇന്റർവ്യൂ കാണുമ്പോൾ ഒന്ന് കാണാൻ അപ്പൊ കിട്ടും അതെന്താ. ഇപ്പൊ ട്രെയിലർ കാണണമെന്നില്ല, ഇനി 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ കാണൂല്ലേ? ശരിയാണ്, ഓഗസ്റ്റ് 1-ാം തീയതി പടം ഓക്കെ, അപ്പൊ ജസ്റ്റ് കുറച്ച് സമയത്ത് മിണ്ടാതിരിക്കാണ്. അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേഷൻ അതിൽ നിന്നൊക്കെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട്? ഫുൾ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ടോ? ലൈഫ് സ്റ്റൈൽ ഒന്നും മാറിയിട്ടില്ല. അന്നും ഡാൻസ് കളിക്കും, ഇപ്പോഴും ഡാൻസ് കളിക്കും. ഇങ്ങനെ കോണ്ടന്റ് ക്രിയേഷൻ ഇപ്പോൾ അത്രയും സമയം ചെലവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കോണ്ടന്റ്സ് കുറവാണെന്ന് മാത്രം. പിന്നെ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിനേക്കാൾ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ അധികം എഫേർട്സ് ഇതിൽ ഇടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ക്യാരക്ടർ ഇപ്പോൾ ചെയ്യുമ്പോഴാണെങ്കിലും വിഷ്ണു ചേട്ടൻ അത്രയും ഡ്രസ്സായിട്ട് ഓരോ ഡീറ്റെയിലിങ്ങും ഭയങ്കര മൈന്യൂട്ടായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നതുകൊണ്ട് പെർഫോം ചെയ്യാൻ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടൊന്നും തോന്നിയിരുന്നില്ല. ഇനി സിനിമ അല്ലെങ്കിൽ ആക്ടിംഗിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണോ പ്ലാൻ? എനിക്ക് പണ്ട് മുതലേ തന്നെയാണ് ആഗ്രഹം. അതെങ്ങനെയോ സോഷ്യൽ മീഡിയയിൽ എത്തിപ്പെട്ടാണ്. ഡാൻസ് ആയിരുന്നു ഇന്റർവ്യൂല് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവർക്കൊരു ആഗ്രഹമുണ്ട് ലാൽ സാറിന് ഒരു വേഷം ചെയ്യണം. ഫാനാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ അത് സംഭവിക്കുന്നതാണ് സംഭവിക്കുക. ലാലേട്ടന്റെ ഇന്റർവ്യൂ കാണുമെന്നൊന്നും എനിക്കറിയില്ല. കാണുമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂലും പറയുന്നു, ബോബി ചേട്ടനും പറയുന്നു. ഞാൻ ചാൻസ് ചോദിച്ചോണ്ടിരിക്കുകയാണ്. ആർക്കല്ലേ ആഗ്രഹം ഇല്ലാത്ത ലാലേട്ടൻ? അല്ല, വിഷ്ണു ചേട്ടൻ ഇപ്പൊ ആഗ്രഹം ഉണ്ടോ ലാലേട്ടനെ വെച്ചൊരു സിനിമ ഡയറക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം? ഒരു ഫിലിം മേക്കർ ആണോ? ഇതൊരു ചോദ്യമേ അതിന് പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ്. അത് എവരി മാൻസ് ഡ്രീം അല്ലേ? എവരി ഫിലിം മേക്കേഴ്സ് ഡ്രീം ആണ്. എല്ലാ ആക്ടേഴ്സിന്റെയും ഡ്രീമാണ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. അയ്യോ ശരിയാ. മമ്മൂക്ക, ലാലേട്ടൻ, ഈ ഇപ്പോ രാജുവേട്ടനാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും, ഐ മീൻ ഇവരോടൊപ്പം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കിട്ടിയാൽ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ എന്റെയും കൂടി റെക്കമെൻഡ് ഫോഴ്സ് ചെയ്യാറുണ്ട്. ലാലേട്ടൻ വെച്ചൊരു പടം ചെയ്യും. ഞാൻ ശ്രമിക്കാത്തോണ്ടല്ല കിട്ടുന്നത്. നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. 1-ാം തീയതി കഴിഞ്ഞ് തീരുമാനിക്കല്ലേ ലാലേട്ടനെ വെച്ച് ചെയ്യണോ ബോബി ഗിരിനെ വെച്ച് ചെയ്യണോ? അല്ല, ഞാന് ലാലേട്ടനെ നമ്മളൊരു പ്രോജക്റ്റായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ലാൽ സാറിന്റെ കാരവനിൽ കയറി ഒരു കഥ പറയാനായിട്ട് ഞാനും അഭിലാഷ് ചേട്ടനും ചെന്നു. അപ്പൊ അന്നേരം അദ്ദേഹം മാളിപ്പുറം കണ്ടതിനെ പറ്റിയിട്ടും അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ ഫാന്റസി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അപ്പോ ഞാൻ കണ്ടൊരു കാര്യം, ആളുടെ കാരവനിൽ ഇപ്പോഴും നിങ്ങൾക്ക് കയറുമ്പോൾ കാണാം മാളിപ്പുറത്തിന്റെ ഒരു ബുക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വേറെ എങ്ങും കണ്ടിട്ടില്ല. പക്ഷെ അന്ന് കാരവനിൽ കണ്ടപ്പോൾ അത് ഭയങ്കര നമുക്കൊരു ഇതായിരുന്നു. 2ാമത്തെ തവണ സുമതി വളവിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് പ്രോഗ്രാമിന് ചെന്നപ്പോ വീണ്ടും സാറിനെ കാണാനായിട്ട് ആ ബുക്ക് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആ വണ്ടിയിൽ ഞാൻ വേറൊരു പുസ്തകം കണ്ടില്ല. ഞാനിനി എന്തെങ്കിലും ഞാനതെടുത്ത് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇത് നേരത്തെ മണിപിള്ള രാജേട്ടൻ ഈ കാര്യം നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു
അന്നേരം എന്തോ കയ്യിൽ വന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഇട്ടത്. അപ്പോ കുറച്ച് നാളുകൂടി ഇരിക്കേണ്ട ഒരു പുസ്തകം ഇന്റർവ്യൂ പറഞ്ഞത് മാറ്റിക്കുമെന്ന് തോന്നുന്നത്. രണ്ടാം തവണ ഞാനും പ്രൊഡ്യൂസറും കൂടി ചെന്നിട്ടാണ് ആളെ കാണാനായിട്ടും ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുക. അപ്പൊ അന്നേരം ചോദിച്ചു, മുരളി എന്താ ഈ സുമതി വളഞ്ഞോ? ഇപ്പം ഈ സുമതി വളവ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലെ ആക്ടേഴ്സിന് എല്ലാവർക്കും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് റൈറ്റിംഗിൽ കൊണ്ടുവന്ന ഒരു ഇതായിരുന്നു. കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് തരായിരുന്നു. ട്രെയിലർ കണ്ടപ്പോ അങ്ങനെ ഫീൽ ചെയ്തു, അല്ലല്ല, ഈ അറിയില്ല. നമുക്കിപ്പോ ഏകദേശം 41 മേളിലോളം പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കി ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് തന്നെ കുറെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നന്ദു ചേട്ടൻ, ശ്രീധരി, അങ്ങനെ ലിസ്റ്റ് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ ഇന്റർവ്യൂ തീർക്കാൻ പറ്റില്ല. അല്ല, ഇതൊരു യൂത്തിന്റെയും ഒരു വലിയ സെക്ഷനും. നമ്മുടെ ഹീറോ തൊട്ട് അർജുന അശോകൻ, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ്, ശ്രാവൺ മുകേഷ്, അയ്യോ പറയാൻ മോനാണ്. ശ്രാവണാണ് ഇതിനകത്ത് വൺ ഓഫ് ദ മെയിൻ വില്ലന്റെ. ഞാനും അതായത് ശ്രാവൺ മുകേഷും ബോബി ചേട്ടനുമാണ് നമ്മുടെ പടത്തിലെ മെയിൻ വില്ലൻ, നെഗറ്റീവ് സൈഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതും ഈ ഒരു അവസരത്തിൽ പറയാനാണ്. സിദ്ധാർത്ഥ് വർദ്ധൻ ഒരു നീണ്ട ഒരു മറ്റേ സിനിമയിലെ നമ്മുടെ ആൾക്കാരുടെ മക്കള്, അതായത് അർജുന അശോകൻ, ഗോകുൽ സുരേഷ്, സിദ്ധാർത്ഥ് വർദ്ധൻ, ബാലു വർഗീസ്, ഇങ്ങനെ പോകുന്നൊരു പിള്ളേശ്വരോട് ഉണ്ടാകത്ത് നന്നായി പറഞ്ഞേനെ. ഒരുപാട് പേരുകൾ പറയാനുണ്ട്. അതെ, ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിലും സോറി പെണ്ണുങ്ങളായാലും അല്ല, ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടെന്ന് പറയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ. എല്ലാരും പല ഇന്റർവ്യൂലാണ് കേട്ടോ ഞങ്ങള്, അല്ലേ? അതെ അതെ അതെ, ഓരോരുത്തർ ഓരോ ഇന്റർവ്യൂലായിട്ടാണ്. മാളവിക, ഗോപിക, ജൂഹി, സിജാറോസ്, സിമു ചേച്ചി, ശിവദ ചേച്ചി. അയ്യോ, ശിവദ കാര്യം പ്രത്യേകം പറയാം. നിങ്ങള് ഓഗസ്റ്റ് 1-ാം തീയതി വരിക. സുമതി വളവ് എന്ന് പറയുന്ന ഒരു വളവിന്റെ പേര്, അത് ആദ്യം മനസ്സിലായി, അതറിയാം അല്ലേ? സുമതി വളവ് എന്ന് പറയുന്നത് ആ വളവിന് ഇപ്പൊ ഒറിജിനൽ കഥയല്ലെന്നും പറഞ്ഞല്ലോ. അപ്പൊ ഈ സുമതി വളവിൽ എന്നാലും ഒറിജിനൽ സുമതി വളവായിട്ട് ഏറെക്കുറെ സിമിലാരിറ്റി ഉള്ള ഒന്നായിരിക്കുമല്ലോ. ഒരു 50-60% സിമിലാരിറ്റി ഉള്ള ഒന്നായിരിക്കുമല്ലോ. ഞാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല. അപ്പൊ പടം കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിക്കാമല്ലോ. എന്റെ ബലമായ സംശയം ഇവിടെ തന്നെയാ. ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക. തീർച്ചയായും പടം കാണുക, അന്നേരം ഈ ഒരു ചുരുളിലേക്ക് ഒരു ഉത്തരം കിട്ടുന്നതായിരിക്കും. ഉറപ്പായിട്ടും. ഇപ്പൊ വിഷ്ണു ചേട്ടനിലോട്ടാണ് വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഡയറക്ടറായിരുന്നു. അപ്പം അച്ഛൻ സംവിധായകനായതുകൊണ്ടാണ് ഈ സംവിധാന മേഖല തന്നെ ഈ പടത്തിൽ അർജുന അശോകൻ, ഹരിശ്രീ അശോകൻ മോനും, ഗോകുൽ സുരേഷ് എല്ലാം നെപ്പോ കിഡ്സ് ആണോ? ഇതൊരു നെപ്പോ ഫിലിമായിട്ട് പ്രഖ്യാപിച്ചേനെ. പക്ഷെ പിള്ളേരുടെ മോൻ കുര്യന്റെ മോൻ. പക്ഷെ ഞാൻ പറയുന്നു, നമ്മള് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഈ നെപ്പോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സാധാരണ ഒരാൾക്ക് എത്തിപ്പെടുന്നതിനേക്കാളും തഴച്ചിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിൽ, ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെന്നൈയിൽ നിന്ന് പഠിച്ച് അവിടുന്ന് ഒരു വിവേക് ഹർഷൻ എന്ന എഡിറ്ററിന്റെ ഒപ്പം കയറി അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് ഒരു ഡയറക്ടറുടെ അടുത്തെത്തി അസിസ്റ്റന്റായി നിന്ന്, അസിസ്റ്റന്റ് പണിയും കഴിഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ പണി വേറെ മലയാളത്തിലുള്ള ഡയറക്ടേഴ്സൊക്കെ അസിസ്റ്റന്റായി വന്നു. പിന്നീട് അസോസിയേറ്റ് ആയി ഡയറക്ടർ ആയതിനു ശേഷം എല്ലാം അഭ്യാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഡയറക്ടർ ആയത്. പക്ഷെ എന്നാൽ പോലും പറയും, ഈ ഡയറക്ടറുടെ മോനായതുകൊണ്ട് നിനക്ക് പിന്നെ കിട്ടിയല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ടോ. അതായത് സിനിമയെ പറ്റി പഠിച്ചതിന് ശേഷമാണ് ആദ്യ സിനിമ എന്നുള്ള സ്വപ്നം എത്തി. എന്നാൽ ഇതിനൊപ്പം തന്നെ അലച്ചിലും ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ ചെന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് തന്ന സിനിമയല്ല മാളികപ്പുറം. ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനൊപ്പം ഞാനും അഭിലാഷ് ഏട്ടനും നമ്മൾ ഒരുമിച്ച്, അതായത് എനിക്ക് നല്ല സുഹൃത്ത് വലയം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഈ സുഹൃത്ത് വലയം കൊണ്ട് നമ്മൾ ഓരോ കഥകളും മുട്ടി അതിൽ ആൻസർ ചെയ്തൊരു കഥ കാണാൻ ആൻഡ്രോ ജോസഫിന്റെയും വേണു സാറിന്റെയും. അങ്ങനെ എനിക്ക് മാളികപ്പുറം ചെയ്യാൻ പറ്റി. മാളികപ്പുറം കണ്ട ഒരു വിശ്വാസത്തിന്റെ ഇതില് മുരളി കുന്നുംപുറത്ത് നമ്മൾ സ്വപ്നം കണ്ട സുമതി വളവ് നമ്മൾ വിചാരിച്ച ഗ്രാൻഡിയറിൽ തന്നെ ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നു. കൂടെ ദൈവദൂതനെ പോലെ ഗോപാലൻ സാറും വന്നു. ഗോപാലൻ സാറും അങ്ങനെ ഇവിടെ എത്തി നിൽക്കുന്നു. പൊതുവെ എല്ലാരും പക്ഷെ പറയുമ്പോ നെപ്പോ ഫാമിലി അല്ല നെപ്പോ കിഡ് സിനിമയിലേക്ക് പറയും. പക്ഷെ നമ്മളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഒന്നും ഒരു ഈസി വേലല്ല. കാരണം അതിലും ഒരു വലിയൊരു ലെഗസി ഇതിന്റെ ഒപ്പം തന്നെ ക്യാരി ചെയ്യുകയും ചെയ്യണം. അച്ഛന്റെ വീട്ടുകാരുടെ പേരും കളയാനും പാടില്ല. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഒരു വലിയ ചാലഞ്ച് തന്നെയാണ്. ചാലഞ്ച് തീർച്ചയായും.
അതെല്ലാം ഓവർകം ചെയ്ത് വന്ന് വന്ന് നിൽക്കുകയാണ്. എക്സാക്ട്ലി. ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും സിനിമ 1-ാം തീയതി റിലീസ് ആവുകയാണ്. എന്തായിരിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്? 1-ാം തീയതി തന്നെ നിങ്ങൾ വന്ന് കാണണം. വരുമ്പോൾ ഫാമിലിനൊപ്പം തന്നെ നിങ്ങൾ കൂട്ടി വരണം. തിയേറ്ററിൽ തന്നെ മാക്സിമം കാണാം. കാരണം ഈ പടത്തിന് നമ്മൾ വിഷ്വലി ആണെങ്കിലും ശരി, ഓഡിയോഗ്രാഫിക്കലി ആണെങ്കിലും ശരി, ഒരുപാട് നല്ല നിങ്ങളെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി ഒരുപാട് എഫേർട്സും ഇൻപുട്സും തന്നിട്ടുണ്ട്. അതൊരിക്കലും ഒരു 4-6 സ്ക്രീൻ കിട്ടത്തില്ല. ഇറ്റ്സ് എ കംപ്ലീറ്റ് തിയേറ്റർ ഫിലിം, തിയേറ്ററിക്കൽ ഫിലിം. എന്നാൽ മാത്രമാണ് നമുക്ക് സുമതി ആരാന്ന് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഇവിടെ, നോർമലി ഹൊറർ മൂവീസ് ഷൂട്ട് ചെയ്യുമ്പോൾ പലരും പല ഇന്റർവ്യൂസിൽ ഇപ്പൊ ഞാൻ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ഹൊറർ ഫിലിംസ് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുന്നൊരു വ്യത്യാസം, അല്ലെ സെറ്റിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഉണ്ട്. സുമതി വളവിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? ഞാൻ അതിന്റെ പ്രൊമോഷന്റെ ഒരു അർജുന അശോകന്റെ ഒരു ഇന്റർവ്യൂല് കണ്ടു, ട്രിവാൻഡ്രം മാനവീയത്ത് ചെന്നപ്പം സുമതി വളവ് പറഞ്ഞപ്പോ ലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള. ഷൂട്ടിംഗ് ടൈമിൽ അങ്ങനത്തെ എന്തെങ്കിലും? ഷൂട്ടിംഗ് ടൈമിൽ നമുക്ക് പ്രേത പരിപാടി ഒന്നും വന്നില്ല. വിളക്ക് ആക്ഷൻ പറഞ്ഞപ്പോ ഇവളുടെ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ കാറ്റ് ഇടയ്ക്ക് കാറ്റുള്ളിടത്ത് ഇരുന്നിട്ടൊരു വിളക്ക് ഓഫ് ആവുക. പിന്നെ സുമതി നമ്മളിങ്ങനെ കുറെ നേരം ഈ കാട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പല ശബ്ദങ്ങൾ കേൾക്കാം. ഒരു കൂട്ടത്തോടെ ആയതുകൊണ്ട് ഇത് ഈ അവിടത്തുള്ള ഈ പ്രാണികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സൗണ്ട് ആണ്. പക്ഷെ ഒറ്റയ്ക്ക് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വരുന്ന തോട്ട്സും കാര്യങ്ങളും വേറെ രീതിയിൽ വന്നേനെ. നമ്മൾ ഈ ഒരു മൂഡിലല്ലേ ആ സ്ഥലത്ത് പോകുന്നേ. അതിപ്പോ നമുക്ക് സുമതിയോടല്ല ഏതൊരു സ്ഥലത്തും അങ്ങനെ പോയാലും അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാകും. നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഒരു കാട്ടില് അല്ല ഇപ്പൊ മൂന്നാറോ കുടിക്കാനോ കട്ടപ്പനയൊക്കെ പോകുന്ന റോഡിൽ ഒരു നല്ലൊരു പടമെങ്കിൽ നിന്ന് നോക്കുക ഒറ്റയ്ക്ക് രാത്രിയിൽ. കാട്ടി പോണമെന്നില്ല. ഈ ചില ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ തന്നെ, സിറ്റിയിൽ തന്നെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലാറ്റുകളിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ തോന്നലും. അല്ല വിഷ്ണു ചേട്ടൻ, പക്ഷെ ഞാൻ വേറൊരു ഇന്റർവ്യൂല് വേറൊരു ഹൊറർ എക്സ്പീരിയൻസ്, അത് എനിക്കല്ല, അത് നമ്മുടെ പടത്തിൽ പാടിയ ഒരാൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. പലരും വിചാരിച്ചു നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്നുകൂടെ പറയാം. അയ്യോ, അത് സോറി ഗൈസ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, രഞ്ജിൻ രാജിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹരിചരൺ ഈ പടത്തിലൊരു മനോഹരമായപ്പോ ആ പാട്ട് മാത്രം ഇറങ്ങിയിട്ടില്ല, അതെന്റെ ഒരു ട്രം കാർഡായിട്ട് വെച്ചേക്കാണ്. ഫോർ എവരി ലവേഴ്സിന് വേണ്ടി അത് ഡെഡിക്കേറ്റ് ചെയ്യും ഉടനെ. അപ്പൊ അത് പാടിയത് ഹരിചരൺ സാറാണ്. അപ്പൊ ഹരിചരൺ സാറ് ഇതുപോലെ നിങ്ങളുടെ ഉള്ള ക്യൂരിയോസിറ്റി പോലെ തന്നെ ചോദിച്ചു, എന്താ സുമതി വളവ് എന്താ ഏരിയയായിരുന്നു? അപ്പോൾ ആള് എന്നോട് ഞാൻ പറയും ഇങ്ങനെ ട്രിവാൻഡ്രത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ആള് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ഇൻസിഡന്റ് നമ്മളോട് ഷെയർ ചെയ്തു. അത് ഹോട്ടലിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു ഹോട്ടൽ താമസിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്ക് നൈറ്റ് ഉറങ്ങാൻ പറ്റുന്നില്ല. തണുപ്പും ചൂടും ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്ത് ആള് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട്. മതി, നിങ്ങളായിരുന്നെങ്കിൽ ആ സ്ഥലത്തെ പ്രേതം വരില്ല. ആള് നേരെ നോക്കുമ്പോ ഈ ടാപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ കേട്ട് പുള്ളി മൊത്തം ഡിസ്റ്റർബ് ആയിട്ട് പോയി വെള്ളമൊക്കെ എല്ലാം ഓഫ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ കട്ടിലിന്റെ താഴെ ഈ തുണി കൂട്ടിയിട്ട് പോലെ പുള്ളിക്ക് ഫീൽ ചെയ്തു. പുള്ളി എന്താ ഇങ്ങനത്തെ തുണി ബെഡ്ഷീറ്റ് അല്ലല്ലോ എന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് ഒരു ഫേസ് അയാളെ നോക്കിയെന്ന് ആൾ അങ്ങനെയാണ് പറഞ്ഞത്, കട്ടിലിന്റെ താഴെ. അതായത് നമ്മള് കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൈഡിലായിട്ടുണ്ടാവും, പെട്ടെന്ന് അങ്ങനെ നോക്കിയതുപോലെ ആൾക്ക് തോന്നിയല്ല, ആള് കണ്ടു എന്നാണ് ആള് പറഞ്ഞത്. ആളത് കണ്ടപ്പോ അത് ഒരു ലേഡിയാണെന്ന് മനസ്സിലായി, സാരി എടുത്തൊരു ലേഡിയാണെന്ന് മനസ്സിലായി. പിന്നെ ഹോട്ടൽ പറഞ്ഞിരുന്നില്ലല്ലോ. നേരെ അയാൾ ഓടി റിസപ്ഷൻ കാര്യങ്ങളിലേക്ക് നേരെ ചെന്ന് അവിടെ വെച്ച് ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എനിക്ക് എന്റെ റൂമിലെ പുള്ളിയുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഇനിയിപ്പോ ഇവിടുത്തെ സ്റ്റാഫുകൾ ആരെങ്കിലും കയറുന്നതാണ്, അപ്പൊ ഒന്ന് വന്ന് നോക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈവൻ ആ ഹോട്ടലിലെ സ്റ്റാഫുകൾ പറയും, അല്ല സാർ ആ ഫ്ലോർ ഒരു ചെറിയ പ്രശ്നമാണ്, അപ്പൊ വേറെ ഇതില്ലാത്തതുകൊണ്ടാണ് സാറിന് ആ ഫ്ലോർ തന്നതെന്നും പറഞ്ഞവര് പുള്ളി നേരം വെളുക്കുന്ന വരെ റിസപ്ഷനിലെ ആൾക്കാരുടെ ഒപ്പം തന്നെ ഇരുന്ന് രാവിലെ നേരം വെളുത്ത് സൂര്യവെളിച്ചം വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം സ്റ്റാഫിലെ ആൾക്കാരെ കൂട്ടിയിട്ട് നേരെ ചെന്ന ആൾ പറയാണ് ആ റൂമിൽ കയറുമ്പോൾ തന്നെ ആൾക്ക് ബ്രീത്ത് ചെയ്യാനും ഇതിനായിട്ട്. പിന്നെ അതിന്റെ ട്രോമ കുറച്ച് ദിവസങ്ങളോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥ ആള് നമ്മളോട് പറഞ്ഞപ്പോ ഞാനും രഞ്ജിൻ രാജും സോറി അങ്ങനെയൊന്നും ചെയ്യില്ല. അയ്യോ, അങ്ങനത്തെ നിങ്ങൾക്ക് അങ്ങനത്തെ പേഴ്സണൽ എക്സ്പീരിയൻസോ പേടിയുണ്ടോ? അങ്ങനത്തെ പേടിയുണ്ടോ? ഹരിചരന്റെ ഒപ്പം ബോബിക്കുരനൊക്കെ ഇങ്ങനത്തെ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായ എന്തായാലും പേടിക്കാലോ. നെഗറ്റീവ് എനർജിനെ പേടിയുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഞാനും രഞ്ജനും ഇപ്പോഴും സോളിഡ് ആയിട്ട് വിശ്വസിക്കുന്നു. അതൊരു ചിലപ്പോ ആൾക്ക്
ആൾ അടിച്ചിട്ടുണ്ട്, ആൾ അടിക്കില്ല എന്നാണ് എനിക്കറിയില്ല. ചിലപ്പോ ഒരു തോന്നലായിരിക്കാം, അല്ലാതെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആയില്ലല്ലോ. അതെ, സുമതി പണിയൊന്നായിരിക്കില്ല, അങ്ങനെ വിശ്വസിക്കാം. സുമതി നല്ലവളാണ്, ആ. ഒന്നാമത് കണ്ടു വന്നു. നമ്മളിപ്പോ കേരളത്തിലെ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയല്ല സുമതി, ആർക്കും ദ്രോഹം ചെയ്യാത്ത പ്രേതമാണ്. നല്ലവളായ സുമതി. നിങ്ങൾക്ക് ഇത്ര ആ പേര് തന്നെയുണ്ട് സുമതി. നല്ല രസമല്ലേ? സുമതി. സുമതി. മതി 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 മതി. അപ്പൊ എന്തായാലും സുമതി കാണാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന ഒരാളായതുകൊണ്ട് സുമതി വളം ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോ തൊട്ടേ വെയിറ്റ് ചെയ്യുന്നതാണ്. എന്താണ് ഫ്രണ്ട്സിനോടൊക്കെയുള്ള ചർച്ച സിനിമയെ കുറിച്ച്? സിനിമയുടെ എന്താണ് സുമതി വളവ് എന്നുള്ളത് അറിയണം. ആരാണ് സുമതി, എന്താണ് സുമതി? ഇപ്പൊ ട്രെയിലറിൽ കാണുന്നുണ്ട് അർജുന അശോകനൊക്കെ അവിടെ ചെന്ന് എടി സുമതി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞെട്ടുന്ന ഒരു സാധനം. എന്ത് കണ്ടിട്ടാണ് ആ ഞെട്ടുന്നത് എന്നൊക്കെ ഒന്ന് അറിയണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. പിന്നെ അവരാ ഒരു ഷാപ്പിലിരിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ സുമതി ഓൾറെഡി മരിച്ചതല്ലേ, പിന്നെ ഇങ്ങനെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണല്ലോ ഒരു വണ്ടി എടുത്തിട്ട് ഒബ്സർവേഷൻ. എനിവേ സുമതി വളവ് എന്ന് പറയുന്ന സിനിമ ഒരു ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള സിനിമ എന്ന് ഞങ്ങൾ പറഞ്ഞു. എല്ലാ തരം പ്രേക്ഷകനെയും എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് വിഷ്ണു അഭിലാഷ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇതൊരു ഹൊറർ മൂവി ആയിട്ട് തിയേറ്ററിൽ പോയി യു വിൽ ഗെറ്റ് സ്കെയർഡ്, എനിക്ക് വീട്ടിൽ വന്നാണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന സീനുകളുണ്ടാവും. ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ ടെക്നോളജി, സൗണ്ട് കാര്യങ്ങളെല്ലാം വെച്ച് അഗെയിൻ ആ സിനിമ തിയേറ്ററിൽ കണ്ടാലേ അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസും ആ ശബ്ദത്തിൻ്റെയും മിക്സിങ്ങിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു പവറും കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യുള്ളൂ. അപ്പം എല്ലാത്തരം ഓഡിയൻസിനും വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ചിരിക്കാൻ അപ്പം ഫാമിലി ആയിട്ട് സിനിമ ധൈര്യമായിട്ട് കുട്ടികളെ എല്ലാം കൊണ്ടുവന്ന് ഒന്നിച്ചു പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഹൊറർ കോമഡി ഫാമിലി ആയിരിക്കും സുമതി വളവെന്നാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്. കണ്ടവർക്കെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമ. ഇനി ഫസ്റ്റ് ഇതിന് ഓഡിയൻസ് 1-ാം തീയതി അറിയാം. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, അത് മാത്രമുള്ളൂ നമുക്ക് പറയാം. ഉറപ്പായിട്ടും. അപ്പം ഈ ഫ്രൈഡേ ഓഗസ്റ്റ് 1 സിനിമ തിയേറ്ററിൽ റിലീസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഞാനും അന്നത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ഉണ്ടാകും. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.